ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജുനിപ്പർ ഡിവൈസിലെ റീനെയിം കമാൻഡ് എന്നാണ്. ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, CLI എഡിറ്റ്. ഓക്കെ, അപ്പോൾ റീനെയിം കമാൻഡ് എന്ന് പറഞ്ഞാൽ റീനെയിം കമാൻഡിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബൈ മിസ്റ്റേക്കിൽ നമ്മളൊരു ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്ത് പോയി വിത്ത് റോങ് പാരാമീറ്റർ, അങ്ങനെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെച്ചിട്ട്, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് റീനെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിളിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ഒരു IRB ഇൻ്റർഫേസിൽ ഫസ്റ്റ് നമുക്കൊരു IP കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇൻ്റർഫേസ് IRB യൂണിറ്റ് 0 ഫാമിലി inet address 10.10.10.10/24. ഓക്കെ, ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ IRB ഇൻ്റർഫേസിന് ഒരു IP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് IRB ഇൻ്റർഫേസിൽ IP കാണിച്ചു തരാം. ഷോ ഇൻ്റർഫേസ് IRB. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം IRB ഇൻ്റർഫേസിൽ നമ്മളൊരു 10.10.10.10/24 എന്നുള്ള IP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏത് ഇൻ്റർഫേസും ആവാം IRBക്ക് പകരം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഈ IRB ഇൻ്റർഫേസ് ബൈ മിസ്റ്റേക്കിലി കോൺഫിഗർ ചെയ്ത് പോയതാണെന്ന് വെക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് ശരിക്കും കറക്റ്റ് ആവശ്യം ഉണ്ടായിരുന്നത് ഒരു G0/0/0 ഇൻ്റർഫേസ് ആണെന്ന് വെക്കുക. ഓക്കെ, അതിൽ ഞാൻ ബൈ മിസ്റ്റേക്കിൽ ഈ 10.10.10.10 എന്ന് പറഞ്ഞ IP കോൺഫിഗർ ചെയ്ത് പോയതാണ്. അപ്പോൾ എനിക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാനുവലി ഫസ്റ്റ് ഇതിനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ശേഷം അടുത്ത ഇൻ്റർഫേസിൽ ഈ സെയിം IP കോൺഫിഗർ ചെയ്യുക. അങ്ങനെയാണ് മാനുവലി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നോർമലി അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഈ ഒരു IPയുടെ കേസ് മാത്രമല്ല, ഈ IP മാത്രമല്ല ചിലപ്പോൾ ഒരു ഇൻ്റർഫേസിലുണ്ടാവും, ബാക്കി ഒരുപാട് കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ എനിക്ക് നോർമലി ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക, ശേഷം മാത്രമേ അടുത്ത ഇൻ്റർഫേസിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ റീനെയിം കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം റീനെയിം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ IRB ഇൻ്റർഫേസ് നമ്മൾ മിസ്റ്റേക്കിൽ കോൺഫിഗർ ചെയ്ത ഒരു ഇൻ്റർഫേസ് ആണെന്ന് വെക്കുക. പകരം നമുക്ക് G0/0/0 ആണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റീനെയിം ചെയ്യും. റീനെയിം ചെയ്യുന്നതോട് കൂടി തന്നെ ഈ ഒരു കണ്ടൻ്റ് എല്ലാം ആ G0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിലേക്ക് ആവും, ഈ IP ഡീറ്റെയിൽസ്. അപ്പോൾ അതിന് വേണ്ടി റീനെയിം, ഇവിടെ ഇൻ്റർഫേസാണ് നമ്മൾ റീനെയിം ചെയ്യുന്നത്, അതിനോട് തന്നെ ഇൻ്റർഫേസ്. ഓക്കെ, റീനെയിം ഇൻ്റർഫേസ്. ഇനി ഏത് ഇൻ്റർഫേസ് ആണോ റീനെയിം ചെയ്യപ്പെടേണ്ടത്, അപ്പോൾ IRB ഇൻ്റർഫേസാണ് നമുക്ക് റീനെയിം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഞാനിവിടെ IRB. ഓക്കെ, ഇനി എങ്ങോട്ടാണോ റീനെയിം ചെയ്യുന്നത്, ഏതിലേക്കാണോ കറക്റ്റ് ഇൻ്റർഫേസിൽ, അപ്പോൾ ഇനി നമ്മുടെ കറക്റ്റ് ഇൻ്റർഫേസിൻ്റെ പേര് കൊടുക്കുക GE0/0/0. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ റീനെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണിച്ചിട്ടുണ്ട്. എറർ കാണിക്കുന്ന ടാർഗറ്റ് സ്റ്റേറ്റ്മെൻറ്റ് GE0/0/0 ഓൾറെഡി എക്സിസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ റീനെയിം ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ അങ്ങനെ റീനെയിം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ഈ എറർ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഈ ഇൻ്റർഫേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓൾറെഡി ഡിഫൈൻഡ് ആയ ഇൻ്റർഫേസ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു എറർ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഇൻ്റർഫേസിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ഇൻ്റർഫേസ് GE0/0. ഓക്കെ, ഇനി സെയിം കമാൻഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സെയിം കമാൻഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ മുന്നായിട്ടൊന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. എഡിറ്റ് VLAN ഡീഫോൾട്ട് L3 ഇൻ്റർഫേസ് IRB ഇൻ്റർഫേസ് മസ്റ്റ് ഓൾറെഡി ബി ഡിഫൈൻഡ് അണ്ടർ എഡിറ്റ് ഇൻ്റർഫേസസ്. ഓക്കെ, കോൺഫിഗറേഷൻ ചെക്കൗട്ട് ഫെയിൽഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ,
ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് റിമൂവ് ആവപ്പെട്ട് നമ്മൾ ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു IRB ഇൻ്റർഫേസിൽ ഓൾറെഡി അറ്റാച്ചായി കിടക്കുന്ന നമ്മൾ L3 VLAN, അതുപോലെ L3 ഇൻ്റർഫേസ്, അതുപോലെ VLANs, ഇതെല്ലാം ഡിഫോൾട്ട് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് അറ്റാച്ചായി കിടന്നത്, IRB ഇൻ്റർഫേസിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ കാണിച്ചത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാലും മതി. അതായത് ഈ ഒരു ഡിഫോൾട്ട് VLANും അതുപോലെ IRB ഇൻ്റർഫേസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. അതിന് പകരമായിട്ട് നമുക്ക് തിരിച്ച് ആ IRB ഇൻ്റർഫേസിനെ കോൺഫിഗർ ചെയ്താലും മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം IRB ഡിലീറ്റായി പോയത്. ഷോ ഇൻ്റർഫേസ്, ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് IRB എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. IR എന്നിട്ടിട്ട് നമുക്കൊന്ന് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ്റർഫേസ് ആണെങ്കിൽ നമുക്ക് ടാബ് അടിച്ചാൽ അവിടെ വർക്കാവും. അപ്പോൾ ഞാൻ ടാബ് അടിച്ചപ്പോൾ വർക്കായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ഇൻ്റർഫേസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഇൻ്റർഫേസിനൊന്ന് തിരിച്ച് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ സെറ്റ് ഇൻ്റർഫേസ് IRB ഓക്കെ, യൂണിറ്റ് 0 ഫാമിലി iNet. ഇതൊരു L3 ഇൻ്റർഫേസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോൺഫിഗർ ചെയ്ത് ഫാമിലി iNet. ഓക്കെ, കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കാം. വേണമെങ്കിൽ കമ്മിറ്റ് ചെക്ക് കൊടുക്കാം, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കമ്മിറ്റ് ചെക്ക് സക്സീഡാണ്. അപ്പോൾ നമുക്ക് ഏർക്കൊന്നുമില്ല. ഞാനിവിടെ ഒന്ന് കമ്മിറ്റ് കൊടുക്കാം. നമുക്ക് കമ്മിറ്റ് ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോ ഇൻ്റർഫേസ് IRB ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ IP ഡീറ്റെയിൽസ് ഒന്നുമില്ല നമ്മൾ കോൺഫിഗർ ചെയ്തത്. കാരണം ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു 10.10.10 എന്ന് പറയുന്ന ഒരു IP കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ IP ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ IP നമ്മുടെ G0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിലേക്ക് നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഇൻ്റർഫേസ് G0/0 ഓക്കെ, എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ആ ഇൻ്റർഫേസിൽ ഒരു IP വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഇൻ്റർഫേസിൽ മാനുവലി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നെയിം റീനെയിം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാണ് റീനെയിം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ നോർമലി ഒരു IP മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ലൈവ് ക്യാമ്പസ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു നെറ്റ്വർക്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻ്റർഫേസിനകത്ത് ഒരുപാട് കോൺഫിഗറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം മാനുവലി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത ഇൻ്റർഫേസിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലാണ് നമ്മളിവിടെ ഈ റീനെയിം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ സെയിം കോൺഫിഗറേഷൻ അടുത്ത ഇൻ്റർഫേസിലേക്ക്, അതായത് റീനെയിം ചെയ്യുന്നതോടുകൂടി കോൺഫിഗർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റീനെയിം എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.